ഇനി പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിക്കണം. ശ്ലോകം 10. ഇനിയൊരടി നടന്നാൽ കിട്ടുമേ കൈക്കലെന്നു പ്രതിമതം അഭി തോന്നുമാറും അന്തം നടന്നു അധപത ദമയന്തി മാളിമാരോടു വേറാമതു പൊഴുതരയന്ന പ്രൗഢനു ചേ സാഹസം. എന്താ പറയുന്നത്? ഈ ഹംസം എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഈ നളൻ അയച്ച ഹംസം വളരെയധികം സമർത്ഥനായിട്ടുള്ളൊരു ഹംസമാണ്, വളരെ ബുദ്ധി വൈഭവമുള്ളൊരു ഹംസമാണ് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇനിയൊരടി നടന്നാൽ കിട്ടുമേ കൈക്കലെന്ന് പ്രതിമതം അഭി തോന്നുമാറും അന്തം നടക്കുകയാണ് അല്ലേ. അപ്പോൾ ഇപ്പം നടന്നു കഴിഞ്ഞാൽ ഇപ്പം മുന്നിലേക്ക് ആഞ്ഞു വെച്ചാൽ കൈക്കലാക്കാം എന്നുള്ള രീതിയിലാണ് ഹംസം ദമയന്തിയുടെ മുന്നിലായി നടന്നത്. ദമയന്തി ആകർഷിച്ചുകൊണ്ട് ദമയന്തിയുടെ മുന്നിലായിട്ട് എങ്ങനെയാണ് നടക്കുന്നത്? ദമയന്തി ഒന്ന് കൈവച്ചാൽ കിട്ടും എന്ന് ദമയന്തിക്ക് തോന്നുന്ന വിധത്തിലാണ് ഹംസം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഈ ഒരു ദമയന്തി എന്ത് ചെയ്യാം? തോഴിമാരിൽ നിന്നും ദൂരേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ കൊണ്ടെത്തിക്കാം. അത് വേഗത്തിൽ വിളിച്ചു കൊണ്ടുപോകുന്ന പോലെയല്ല, വളരെയധികം തന്ത്രപരമായിട്ടാണ് ഹംസം ചെയ്യുന്നത്. തോഴിമാരിൽ നിന്ന് വേർപെടുത്താൻ വേണ്ടി ഹംസം ചെയ്യുന്ന ഒരു തന്ത്രമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിട്ട് ഹംസം പറയാണ്, അങ്കനമാർ മൗലേ ഭാലെ ആശയെന്തേരെ എങ്ങനെ പിടിക്കുന്നു നീ ഗഗനചാരിയാമെന്നെ യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം അവിവേകമിതു കണ്ടാൽ അറിവുള്ളവർ പരിഹസിക്കും ചിലർ പഴിക്കും വഴി പിഴയ്ക്കും തവ നനയ്ക്കുമ്പോൾ അല്ലേ. അപ്പോൾ ഹംസം സംസാരിക്കാൻ തുടങ്ങി. അങ്കനമാർ മൗലേ ഭാലെ അല്ലേ, സ്ത്രീകളിൽ രത്നമായിട്ടുള്ളവളെ, സ്ത്രീരത്നമായിട്ടുള്ളവളെ, സ്ത്രീകളിൽ ശ്രേഷ്ഠിയായിട്ടുള്ളവളെ, നീ എന്താണ് ചെയ്യുന്നത്? ഗഗനചാരിയായ അല്ലേ, ഗഗനം എന്ന് വെച്ചാൽ എന്താ? ആകാശമാണ്. ആകാശത്തിൽ സഞ്ചരിക്കുന്ന എന്നെ നിനക്ക് പിടിക്കാൻ കഴിയുമോ അല്ലേ? എന്തൊരു പൊട്ടത്തരാണ് നീ ചെയ്യുന്നത് അല്ലേ, എന്തൊരു അബദ്ധമാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാണ്. ഇത്രയും വലുതായിട്ടും എന്താണ്, ചെറിയ കുട്ടിക്കളി നിനക്ക് മാറിയിട്ടേ ഇല്ല. ഇതൊക്കെ സമൂഹത്തിലുള്ള ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിന്നെ കുറ്റം പറയും അല്ലേ, നീ തെറ്റാണ് ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ ഈ ഒരു ശ്ലോകം ചരണം 1 ഇമ്പോർട്ടൻ്റ് ആണ്. യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം അവിവേകം ഇതു കണ്ടാൽ അറിവുള്ളവർ പരിഹസിക്കും ചിലർ പഴിക്കും വഴി പിഴയ്ക്കും തവ നനയ്ക്കുമ്പോൾ അല്ലേ. എന്ത് ചെയ്യാണ്? ലോകം നിന്നെ പരിഹസിക്കാം, അപവാദം പറയാം, അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ബന്ധനം ചെയ്യേണ്ട നീ മാം ബന്ധുവത്രേ തവ ഞാൻ സഖിമാരിലധികം വിശ്വസിച്ചിടെന്നെ ജഗതപതിയും രതിപതിയും തവ കൊതിയുള്ളൊരു പതി വരുമേ. നളനഗരേ വാഴുന്നു ഞാൻ നളിന ജന്മവജസ നളിനമിഴിമാർക്കെല്ലാം നട പഠിപ്പാൻ മതലുളിതം മൃദുലളിതം ഗുണമിളിതം ഇതു കളിയല്ലേ. ഇപ്പോൾ എന്താണ് ഹംസം പറയുന്നത്? നീ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ ഗഗനചാരിയായ എന്നെ നീ പിടിക്കാൻ വരുന്നു, നിന്നെ അറിവുള്ളവർ കണ്ടാൽ പരിഹസിക്കാം, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നെ എന്താണ് ബന്ധനം ചെയ്യേണ്ട ആളല്ല ഞാൻ അല്ലേ, ബന്ധുവാക്കേണ്ടവനാണ് ഞാൻ. നിൻ്റെ തോഴിമാരെക്കാളും കൂടുതൽ നിനക്കെന്നെ വിശ്വസിക്കാം, അപ്പോൾ എന്നെ കൂട്ടിലടക്കേണ്ടതല്ല എന്നൊക്കെ പറയാണ്. എന്നിട്ട് പറയാണ് ജഗതപതിയും രതിപതിയും അല്ലേ, ലോകനാഥനായിട്ടുള്ള അല്ലെ, സ്ത്രീകളെയൊക്കെ ആകർഷിക്കുന്ന അത്രയും സുന്ദരനായിട്ടുള്ള ഒരു പതി നിനക്ക് വന്നു ചേരും. പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ്. എന്നിട്ട് പറയാണ് നളനഗരത്തിലാണ് ഞാൻ വാഴുന്നത് അല്ലേ, നളൻ്റെ നഗരത്തിലാണ് ഞാൻ വാഴുന്നത്. നളിന ജന്മവജസ നളിനമിഴിമാർക്കെല്ലാം നട പഠിപ്പാൻ അല്ലേ, എന്താണ് ബ്രഹ്മാവിൻ്റെ ആജ്ഞപ്രകാരം എന്താണ് ഇങ്ങനെയുള്ള സുന്ദരിമാരെ നല്ല നടത്തം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നളനഗരത്തിൽ വസിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? ഹംസം പറയുന്നത്. അവിടെയും നമുക്ക് ഒരു തന്ത്രജ്ഞനായിട്ടുള്ള ഒരു ഹംസത്തെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നളൻ്റെ പ്രണയം അവതരിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദമയന്തി ഇങ്ങനെ സജ്ജയാക്കി നിർത്തുകയാണ്. ഇങ്ങനെ ഒരു ആൾ നിനക്ക് വന്നു ചേരും, ഞാനിങ്ങനെ നളൻ്റെ നഗരത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ ഒരുക്കി നിർത്തുന്ന ഒരു ഇതാണ് അവിടെ കാണുന്നത്. ഓക്കെ. പദം 15. കണ്ടേൻ നികടേ നിന്നെ കളിവാക്ക് തവ കേട്ടേന് കഞ്ചഭവനുടെ വാഹനമേ കമ്രരൂപമതിരമ്യ ചാടുവചനം അല്ലേ, ഞാൻ നിന്നെ അടുത്ത് കണ്ടു, നിൻ്റെ കളിവാക്കുകളൊക്കെ കേട്ടു. കഞ്ചഭവനുടെ വാഹനമേ അല്ലേ, കഞ്ചഭവൻ ആരാ? ബ്രഹ്മാവിൻ്റെ വാഹനമേ കമ്രരൂപമതിരമ്യ ചാടുവചനം അല്ലേ, നിൻ്റെ നല്ല വാക്കുകൾ, പ്രിയമുള്ള വാക്കുകൾ കേട്ടു, നിൻ്റെ മനോഹരമായ രൂപം കണ്ടു അല്ലേ. പ്രേക്ഷകനായത് കമലജനോ തവ നൈഷിതപുരമോ പരമപദം മധുരാകൃതേ ഗുണവാരിതേ ഗഗ സാർവഭൗമ ജയ നൗമിതേ ചരിതം അല്ലേ.
അപ്പോൾ കമലജനാണോ അല്ലെ, താമരയിൽ വസിക്കുന്നവനായ ബ്രഹ്മാവാണോ നിന്നെ പറഞ്ഞയച്ചത്, അല്ലെ നൈഷധപുരമാണോ നിൻ്റെ പരമപദം? അല്ലേ, നൈഷധപുരം ഏതാ? നിഷധ രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്, നളൻ്റെ നാട്, അതാണോ നിൻ്റെ പുരം? അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് പറയാണ്, പക്ഷിശ്രേഷ്ഠനായ നിന്നെ ഞാൻ എന്ത് ചെയ്യാണ്, നമിക്കുകയാണ് എന്ന് പറഞ്ഞ് ദമയന്തി നിർത്തുന്നു. നളിനാസന വരവാഹന നീ മമ നളൻ നൃപ ഗുണഗണമോതുകടോ തവ വാചികം അഴൽമോചകം മമ കർണമാരചയ പുണ്യലേശയൂതം സന്തതമുള്ള മനോരഥവും പുനരിന്നു ഭവാനോടു ഞാൻ പറയാം തുണയാകിലോ ഗുരു കൃപാകുലശയ ദീനയാമെനിക്കോ മാനനീയ ഗുണ. ഇതും ഹംസത്തിനോട് ദമയന്തി പറയുന്നതാണ് അല്ലേ. നളിനാസന വരവാഹന, ബ്രഹ്മാവിൻ്റെ വാഹനമേ, നീ എന്ത് ചെയ്യുക, നളൻ നൃപൻ്റെ, നളരാജാവിൻ്റെ, നൃപൻ എന്ന് വെച്ചാൽ രാജാവ് എന്നാണ് അർത്ഥം, നളൻ്റെ ഗുണഗണങ്ങൾ എന്നോട് പറയുക. എൻ്റെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് അത് വളരെയധികം സഹായകമാകും എന്നാണ് പറയുന്നത്. അഴൽ മോചകം, അഴൽ എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ എൻ്റെ ചെവിക്ക് എന്താണ്, അത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്, നീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയൂ എന്നാണ് പറയുന്നത്. സന്തതമുള്ള മനോരഥവും പുനരിന്നു ഭവാനോട് ഞാൻ പറയാം. അങ്ങനെയാണെങ്കിൽ നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും ഞാൻ നിന്നോട് പറയാം, അല്ലെങ്കിൽ ഞാൻ നിന്നോട് പറയില്ല. തുണയാകിലോ ഗുരു കൃപാകുലശയ ധീനയാം എനിക്ക് മാനനീയ ഗുണ. അപ്പോൾ എന്ത് ചെയ്യുക, നീ വേഗത്തിൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് എന്നോട് പറയുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞു കേൾപ്പിക്കാം. പുത്തൻ തേൻമൊഴിമാർ കുലത്തിൻ നരിയോരുത്തം സമാ ഭൈമിതൻ ചിത്തം താനത പത്തിനഞ്ചവനറിഞ്ഞിതം കൃഷ്യങ്കാം ഗിര അത്യന്തം ബധ മുക്തിയോടനുസരിച്ചെല്ലാം അറിഞ്ഞിടുവാൻ ഉദ്യോഗിച്ചു വിദഗ്ധനാം ഖഗവരൻ വൈദർഭിയോടുക്തവാൻ. എന്താ പറയുന്നത്, ഇവളുടെ ഈ ഒരു തേൻ പോലെയുള്ള ഈ ഒരു വാക്കുകളെ അല്ലെങ്കിൽ ഈ ഒരു മൊഴി കേട്ടുകൊണ്ട് തന്നെ ദമയന്തിയുടെ മനസ്സിൽ, ചിത്തം എന്ന് വെച്ചാൽ മനസ്സാണ്, ഈ മനസ്സിൽ പകുതി എന്താണെന്നുള്ളത് ഇപ്പം തന്നെ ഹംസത്തിന് മനസ്സിലായി അല്ലേ. നളനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ ആണ് ഹംസത്തിനോട് ഇങ്ങോട്ടേക്ക് ദമയന്തി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നളനോട് ദമയന്തിക്ക് ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇപ്പം തന്നെ പകുതി ആർക്ക് മനസ്സിലായി, നമ്മുടെ ഖഗവരൻ അല്ലെ, പക്ഷിശ്രേഷ്ഠന് മനസ്സിലായി. എന്നാൽ മുഴുവൻ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, വൈദർഭിയോട് ചോദിച്ച് മനസ്സിലാക്കാം എന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്. ഹംസൻ ചോദിക്കുന്ന കാര്യമാണ് പറയുന്നത്. പദം 16 ഹംസൻ ചോദിക്കുകയാണ്, പ്രീതി പുരണ്ടു ഉരുളുകയെ ചിന്തിതമെല്ലാം ഭീമ നൃപപതിനയെ ഭീതവിഷംഗം സഖിമാരിലൊന്നെന്നെ ഉറച്ചു നീ ലജ്ജാഭാരം കുറച്ചു നിരാകുലം കാതരമിഴിമാർ മൗലികേ ധമസോധരി നിനക്കു ബാലികേ ഏതൊരു പുരുഷനിലുള്ളിൽ കൗതുകം പാരിലാധരണീയം തസ്യ ജാതകം ഏണമിഴി പറവാൻ മടിക്കരുതേ നാണം കൊണ്ടിനി ഏതും മറയ്ക്കരുതേ ഞാനുണ്ടതിനു തുണ തവ സൂതനോ മാനഹാനി തവ വരുത്തുവാനോ ഹസ്തഗതം തവ വീതി മനീഷിത മുക്തമിതം മമ സത്യമധാനി. എന്താ പറഞ്ഞത് അല്ലേ, ഈ സഹോദരി നീ എന്തിനാണ് നിൻ്റെ സ്നേഹം ഇങ്ങനെ ഉറച്ച് ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നത്? നീ ആ ഒരു നിൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാലും നിൻ്റെ സഖിമാരിൽ ഒരാളായി നീ എന്നെ കണ്ടുകൊള്ളുക. ഞാൻ എന്ത് ചെയ്യാം, നിൻ്റെ ഇഷ്ടം അദ്ദേഹത്തെ അറിയിച്ചിരിക്കും എന്ന് പറയാണ്. എനിക്ക് ഏത് പുരുഷനിലാണോ കൗതുകം, അതാരാണോ അവൻ്റെ ആ ഒരു ജാതകം എന്താണ്, ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു ജാതകമാണ്. നിൻ്റെ നാണം കൊണ്ട് നീ എന്ത് ചെയ്യാൻ പാടില്ല, അത് മറച്ചു പിടിക്കാൻ പാടില്ല. നീ എന്ത് ചെയ്യുക, അത് എന്നോട് വേഗത്തിൽ തന്നെ പറയുക. ഞാൻ ഒരിക്കലും നിനക്ക് അപമാനമൊന്നും വരുത്തുകയില്ല. നിൻ്റെ ആഗ്രഹം സാധിച്ചതായിട്ട് എന്നെ നീ എന്ത് ചെയ്യുക, കരുതിക്കൊള്ളുക. എൻ്റെ വാക്കുകൾ സത്യമുള്ളതാണ്, നിനക്ക് വിശ്വസിക്കാനാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആര് നിർത്തുന്നു, ഹംസൻ നിർത്തുന്നു. അരയന്ന മന്നവ നിന്നോടെന്തിഹ ഞാൻ പറവു കുലകന്യകമാരാൽ ഹൃദിഗുഹനീയം വസ്തു പറയാമോ പേർത്തു ജനകീർത്തിയമാനനള പാർത്ഥിവോത്തമ സൽകീർത്തികൾ കേട്ടേൻ ഓർത്തവനുടൽ കൂർത്തുമൂർത്തങ്ക ജാസ്ത്രമേറ്റു നേർത്തുടൽ നെടുതായി വീർത്തു ഞാൻ ആർത്തയായേൻ. അല്ലേ, ഹംസത്തിനോട് പറയാണ്, ഞാൻ എന്താ നിന്നോട് പറയാം, കുലകന്യകമാരാൽ ഹൃദിഗൃഹനീയം വസ്തു പറയാമോ. അല്ലേ, കുലകന്യകയായ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, എൻ്റെ ഹൃദയത്തിലെ കാര്യങ്ങൾ നിന്നോട് പറയാൻ പാടുണ്ടോ എന്നാണ് ഹംസത്തിനോട് ചോദിക്കുകയാണ്. അല്ലേ, എല്ലാവരും വാഴ്ത്തിപ്പറയുന്ന വീണ്ടും വീണ്ടും ജനകീർത്തിയൊക്കെ കിട്ടി ഞാൻ എങ്ങനെയായി അത് പറയുക.
കാമദേവൻ്റെ അസ്ത്രം ഏറ്റുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, വിവശയായി നിൽക്കുകയാണ്, ഞാൻ ദുഃഖിതയായി നിൽക്കുകയാണ് എന്നാണ് ആര് പറയുന്നത്, ഈ ദമയന്തി പറയാണ്. കൂർത്തമൂർത്ത ജാങ്കസ്ത്രമേറ്റു, കാമത്തിൻ്റെ അസ്ത്രം എന്ത് ചെയ്യാണ്, ഏറ്റ് ഞാനിവിടെ ദുഃഖിതയായിരിക്കുകയാണ്. ഉള്ളതു ചൊന്നതിതെന്നാലുന്യം എന്നാൽ അന്യോന്യം നവ പല്ലവ തുല്യാങ്കി തവ കല്യാണം നല്ലതു നല്ലതിനോടെ ചേരണം തവ വല്ലഭനപരൻ തുല്യൻ നഹി നൂനം മേഘവാഹനനേക്കാൾ ഫലവാൻ മോഹനാംഗവനതിഗുണവാൻ കമനീ രത്ന കനകങ്ങളുടെ ഘടന നിങ്ങളുടെ വിഷ്ണു രമയ്ക്കും നിശയ്ക്കു ശശാങ്കനും മെക്കുഹരൻ നളനോർക്കിൽ നിനക്കും. അല്ലേ, ഹംസ ഇത് കേട്ടപ്പോൾ തുള്ളിച്ചാടിക്കൊണ്ട് പറയാണ്, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ നിനക്ക് തികഞ്ഞൊരൈശ്വര്യമാണ് വരാൻ പോകുന്നത്. നീ നല്ലതിനോട് തന്നെയാണ് ചേരേണ്ടത്. അല്ലേ, നിനക്ക് അനുയോജ്യനായിട്ടുള്ള ഒരാൾ വേറെ ഇല്ല. ദേവേന്ദ്രനേക്കാൾ ബലവാനാണ് അയാൾ, വളരെയധികം സുന്ദരനാണ്. സ്വർണം എങ്ങനെയാണോ രത്നത്തിനോട് ചേരുന്നത്, വിഷ്ണു എങ്ങനെയാണോ മഹാലക്ഷ്മിയോട് ചേരുന്നത്, ചന്ദ്രൻ എങ്ങനെയാണോ രാത്രിയോട് ചേരുന്നത്, ശിവൻ എങ്ങനെയാണോ പാർവതിക്ക് ചേരുന്നത്, അത്രയും ചേർച്ചയാണ് നിങ്ങൾ രണ്ടുപേരും എന്നാണ് ആര് പറയുന്നത്, ഹംസം പറയുന്നത്. നാളിൽ വരും ആദിമൂലമിതം ആളിമാരോട് മിതനുദിത പൂർവം കാലമേ ചെന്നു നീ മരാള പറക നരപാലനോടെല്ലാം പ്രതിപാലിത അവസരം. നീ എന്ത് ചെയ്യുക, ഇത് വേഗത്തിൽ പോയി നളനോട് അറിയിക്കുക. ഈ ഒരു പ്രണയത്തെക്കുറിച്ച് നളനോട് പറയുക. നാളിൽ ഇങ്ങനെ ഉണ്ടായ വിഷമം കൊണ്ടാണ് ഞാനിത് എന്ത് ചെയ്തത്, തോഴിമാരോട് പോലും പറയാതെ ഒളിപ്പിച്ചു വെച്ചത് എന്ന് പറയാണ്. അവസരോചിതമായി നീ എന്ത് ചെയ്യുക, നളനോടിത് അറിയിക്കുക. എന്നിട്ട് ഹംസം പറയാണ്, ചെന്നിതു പറവൻ നൃപനോട് അഭിലാഷം എന്നാൽ നിന്നിലുമുണ്ടാം അവനു പരിതോഷം അന്യനിലയിതേ വരുമോ സന്തോഷം എന്നാൽ മന്നവനുമുണ്ടാം എന്നിൽ ബഹുരോഷം താതനൊരു വരനു കൊടുക്കും നിന്നെ പ്രീതി നിനക്കുണ്ടാം അവനിൽ തന്നെ വിഫലം എന്നു പറയുന്നതെല്ലാം ചപലനെന്നു പുനരെന്നെ ചൊല്ലാം ഇതമനർത്ഥമുദിത്വരാം അതിനുത്തരമോതുക സത്വരമിപ്പോൾ. അപ്പോൾ ഹംസം അവിടെയും വളരെയധികം ബുദ്ധിമാനായിട്ടുള്ളൊരു ദൂതനാണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, എന്താ പറയുന്നത്, ഞാനിപ്പോൾ തന്നെ പോയിട്ടിത് നൃപനോട് പറയാം. അല്ലേ, രാജാവിനോട് ഞാൻ ഈ അഭിലാഷം പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് നിന്നോട് എന്ത് ചെയ്യും, സ്നേഹവും സന്തോഷമൊക്കെ ഉണ്ടാവും. പക്ഷേ അന്യനില ഇതേ വരുമോ സന്തോഷം. അല്ലേ, നിനക്കെന്താണ്, നാളെ നിൻ്റെ അച്ഛൻ താതൻ എന്ത് ചെയ്യാം, മറ്റൊരു വരന് കൊടുക്കുന്ന സമയത്ത് നിനക്ക് സന്തോഷമുണ്ടാവാം. അല്ലേ, അപ്പോൾ അങ്ങനെ സന്തോഷം നാളെ വേറൊരാളുടെ കൂടെ ഉണ്ടാവുമെങ്കിൽ ഞാനിത് പറയുന്നത് വിഫലമാണ്. അല്ലേ, ചപലൻ എന്നെ സമൂഹം പറഞ്ഞേക്കാം. അല്ലേ, അപ്പോൾ എനിക്കെന്ത് ചെയ്യാം, കുറ്റങ്ങൾ കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് ആര് പറയുന്നത്, ഹംസം പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഭൈമി നമ്മുടെ ദമയന്തി പറയാണ്, ഹംസമേ ചിന്തയേതുതേ എന്നുടെ ഹൃദയം അന്യനിലാമോ അർണവം തന്നിലല്ലോ നിമ്നക ചേർന്നു ന്യായം അന്യത വരുത്തുവാൻ കുന്നുമുതിർന്നിടുമോ. ഇത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. അർണവം തന്നിലല്ലോ നിമ്നക ചേർന്നു ന്യായം അന്യത വരുത്തുവാൻ കുന്നുമുതിർന്നിടുമോ. അപ്പോൾ എന്താ പറയുന്നത്, എല്ലാ ഹംസമേ ഇനി എന്ത് തെറ്റാണ് പറയുന്നത്, എന്ത് അബദ്ധമാണ് ഈ പറയുന്നത്. അല്ലേ, ഇങ്ങനെ പറയുന്നതിന് എന്താണ്, കഷ്ടമാണ്. എൻ്റെ ഹൃദയം എന്താണ് വേറെ ഒരാളിൽ അലിഞ്ഞു പോകുമോ, എൻ്റെ ഹൃദയം മറ്റൊരാളിൽ അകപ്പെട്ടു പോകുമോ, ഒരിക്കലുമില്ല. അല്ലേ, അർണവം തന്നിലല്ലോ നിമ്നക ചേർന്നു ന്യായം. അല്ലേ, എപ്പോഴും എന്താണ്, പുഴ കടലിലേക്കാണ്, അല്ലെ, നദി കടലിലേക്കാണ് എത്തിച്ചേരേണ്ടത്, നദി സാഗരത്തിലേക്കാണ് എത്തിച്ചേരേണ്ടത്. അതിനൊരിക്കലും എന്താണ്, കുന്ന്, അല്ലേ, ആ നദിയുടെ പിതാവായ കുന്നൊരിക്കലും അതിനെ എതിർപ്പായി നിൽക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, എൻ്റെ അച്ഛനും അങ്ങനെ എതിർത്ത് നിൽക്കില്ല എന്നതാണ് ആര് പറയുന്നത്, ദമയന്തി പറയാണ്. ഇങ്ങനെ ഒരു നല്ല മനോഹരമായ പ്രണയകാവ്യമാണ് നമുക്ക് ഈ ഒരു നളചരിതം ആട്ടുകഥയിലൂടെ കാണാൻ കഴിയുന്നത്. കൂടുതലായിട്ടും നാടകീയത, പിന്നെ ഹംസത്തിൻ്റെ ആ ഒരു തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, പിന്നെ ദമയന്തിയുടെ വിരഹമായിട്ടുള്ളൊരവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. കൂടുതലും ഹംസത്തിൻ്റെ ആ ഒരു ഭാഗം ശ്രദ്ധിക്കുക.